ചേമ്മ ഇപ്പം അലക്കാൻ പോയിക്കല്ലേ, വരട്ടെ. നീ പോയി അവിടെ പോയി പോ. ഓക്കെ, വീട്ടിൽ കയറിക്കേ. ആ ആ ആ ഇതോ വണ്ടിക്കല്ലേ മറന്നു പോയത്. വീരം കൊച്ചേ ചേച്ചി അമ്മ അപ്പ അടക്കണ്ട, ഓട്ടോ വരും. അടക്കണ്ട, ചാടിട്ടാ മതിയേ. അപ്പ അടക്കല്ലേ, ചാടിട്ടാ മതി. ഓട്ടോ ഇപ്പൊ വരും. അടച്ചിട്ടേ ഓട്ടോ വരും. ഇപ്പോഴല്ല വെച്ച് ചുമ്മാ അലമ്പ. ഇപ്പം ഭയങ്കരമായിട്ട് ഞാനിവളെ കൊണ്ടുവിട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുവിടില്ല. അതുകൊണ്ട് അവൾ കുറച്ച് മര്യാദ ഉണ്ടായിരുന്നു. ഇപ്പം അവൾ അങ്ങ് ആറാടുക. ആരെ ഉപദ്രവിക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഇത്രയും നാളും. അങ്ങനെ കാര്യമായിട്ട് ജയൊക്കെ ആയിട്ട് ചെറുതായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ സ്വാഭാവിക. പക്ഷെ ഇപ്പം സ്കൂളിലൊക്കെ അലമ്പാന്നൊക്കെ പിള്ളേരെയൊക്കെ ഉപദ്രവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞു. അവൾ ഈ ഒരു മാസം കൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വഭാവത്തിൽ വലിയ മാറ്റം. ജയ ആറ് ഞാൻ ഇവിടെ വണ്ടി വരും. ഇങ്ങോട്ട് ഈ പള്ളിയുടെ അങ്ങോട്ട് കയറും. ആ ഇതിലിങ്ങനെ വരും. ഞാൻ ഇങ്ങോട്ട് കയറി നിൽക്കും. അല്ല പിന്നെ അവനും കൂടെ ഉണ്ടേ, അജയനുണ്ട്. അജയൻ അവിടെ നിൽക്കും. അപ്പം അല്ല പിന്നെ അജയൻ അവിടം വരെ വരണ്ടേ. അതുകൊണ്ട് ഇന്നലെ ഇതിലേ ചാടിയ സമയം പോയതുകൊണ്ട് ഇതിലേ കയറിയല്ല, ഇതിലേ പോയാൽ സമയം പോയില്ല. 8 മണിക്കൂർ ഉണ്ട് വരാൻ. വെള്ളത്തിൽ ചാടും. ഇവിടെ ഒരു കിണറുണ്ട്, അതെന്നാ വെള്ളം എടുക്കുന്നവർ. എത്ര രൂപ? 135 രൂപയാണോ മാസം? ഒന്നും പറഞ്ഞിട്ടില്ല. 105 രൂപ അടയ്ക്കാൻ പറഞ്ഞു. ആദ്യത്തെ 105 രൂപ അടയ്ക്കാൻ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് വരുമെന്ന് പറഞ്ഞു. അത് മാസം തോറും മീറ്ററുണ്ടോ? മീറ്ററുണ്ട്. മീറ്ററൊന്നും ചെക്ക് ചെയ്യാം. ഞങ്ങളുടെ അവിടെ കൊടുത്തിരിക്കുന്നത് മീറ്ററുണ്ട്. എന്നെ സ്പീഡിൽ 150 രൂപ മാസം. രാജൻ, പിന്നെ തെച്ചിക്കോട്ടുകാവ്, പിന്നെ വിളിച്ചില്ല. അമ്മ വാ പോവാം.
വന്നോളൂ. മാമൻ വരുമോ? വാ. അമ്മ എഴുതുന്നു പറയണം. ആ വെയിൽ കൊള്ളട്ടെ, കുറേ ദിവസമായിരുന്നു. സൂപ്പർ വെയിലല്ലേ? എന്തായാലും വെയിലാവേ. കാരണം നമ്മുടെ ആവശ്യമാണ് ചേച്ചി ഇതെന്ന് പറഞ്ഞു. അജുമാവനാണോ? അജുമാവനാണോ അമ്മേ? അമ്മ അജുമാവനാണോ? ചേച്ചി എനിക്ക് ഇവിടെ പടിയിരുത്താം. ഉണ്ടല്ലോ അത് അങ്ങനല്ലേ ആളുകൾ വീടുകളിൽ ഇരിക്കുന്നത് വേണം. ചിലപ്പം നല്ല സാധനമൊക്കെ എക്സ്ചേഞ്ച് പൈസ എത്രയാണ്? അമ്മ വന്നിട്ട് പോവാം. അമ്മ വന്നിട്ട് പോവാം. സ്ഥലം ഇന്ത്യയിലെ ഭാര്യ ഇരുവാസിയാണോ? എല്ലാരും ഈ തല ഇവിടെ വിവറാജ് പഴയ ഫ്രണ്ട് കുട്ടപ്പായിരിക്കും. ആരോ എന്നതാണോ ഒറ്റയ്ക്ക് പറഞ്ഞു കേട്ടത്? അവന്റെ കാലം 10ന്റെ കാർഡ് തരാൻ പറഞ്ഞു. ആ ഈ കളിക്കുന്ന കാർഡാണ് എന്നെ ബാക്കിലെടുക്കാന്ന് പറഞ്ഞാൽ ആ കുട്ടി അവിടെ അല്ലേ? നീ പറഞ്ഞില്ലായിരുന്നോ കമ്മല് ഇട്ടോട്ട് വരണോന്ന്? പറഞ്ഞായിരുന്നു. കമ്മലെന്തേ? അവിടെ ചെന്നിട്ടിടാ അല്ലേ? ആ ചെന്നിട്ടിടണം. ഞാൻ ഇപ്പൊ വരും അങ്ങോട്ട് കേട്ടോ. കമ്മലിടണം. അമ്മാരെ കുട്ടി എടുത്തുള്ള അവിടെ കിടന്ന് വഴക്കുണ്ടാക്കല്ല. ഞാൻ ചോദിക്കും. ഞാൻ പോകുമ്പോൾ എടുക്കുന്ന കുട്ടി എടുത്തുള്ള വെക്കാൻ പറഞ്ഞു. വീട്ടിലുണ്ട് മൊത്തം മേടിച്ചു 210 ഉണ്ടൊക്കെ. അവക്ക് വട്ട ഇതൊക്കെ മേടിച്ച് കൊടുക്കുന്ന വന്നേക്കും വന്നേക്കും. അമ്മ എന്തിയടാ? വരാൻ പറ.
മറ്റേ ചെരുപ്പ് ഒതുക്കി ഓടി ഇറങ്ങ ആ ഓ നാണം ഇറങ്ങ പോ കയറിക്കോ മീനുണ്ടായിരുന്നോ ശ്യാമള പടം ഭയങ്കര പണിയാണ് ഉടുപ്പ് താമേ ഉടുപ്പ് തരാം നീ ഇപ്പൊ തൽക്കാലം എന്നാ ഉടുപ്പിട് അല്ലേ മേ വെട്ടി മേടിച്ചല്ലോ ഒന്നേ പിന്നെ അത് ഇതൊക്കെ ഉണ്ട് ഇത് ഉമ്പിന്റെ ഏതാ എടാ ഇത് മീനാണോ വെറുതെ എവിടെ കിടപ്പുന്നു വേ കഴിക്കുന്ന ചാമന്നല്ലേ ഇതാണ് എൻ്റെ ആങ്ങളയുടെ വീട് അങ്ങനെ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെ ആ ഓ ഓ ആരാ ഓ പിന്നെ എന്നാടാ ശാംഭവി ഇല്ലല്ലോ അവളെ ആദ്യമായിട്ട് വരുന്ന വീട്ടിൽ നമുക്ക് ചെറിയൊരു വെപ്രാളമുണ്ട് അപ്പം അവിടുന്ന് മാറ്റിയ തുണി അലക്കിക്കൊണ്ട് വന്നിട്ട് ചേട്ടാടെ ശാംഭവിയുടെ യൂണിഫോം ചേട്ടാടെ യൂണിഫോം അല്ല ശാംഭവിയുടെ യൂണിഫോം അപ്പയുടെ ഡ്രസ്സ് എന്നാടി അപ്പം നമുക്കെൻ്റെ മണ്ടയിൽ പോയി നീ എൻ്റെ മണ്ട കയറിയല്ലോ പൊക്കോ എനിക്ക് പേടിയാ ചൂടായിട്ട് കിടക്കാം കേട്ടോ വിട്ടോ ആ അതും കൂടാ പറഞ്ഞ മോൻ കയറണ്ടാന്ന് നമ്മൾ മലയാളികളുടെ ഒരു ഭാവമാണല്ലോ ഇങ്ങനെ വെള്ളം നോക്കുക എന്നുള്ളത് എവിടെ കിണർ കണ്ടാലും അവിടെ പോയി വെള്ളം നോക്കൊണ്ടുവന്ന് ഇവിടെ വെള്ളമുണ്ട് നേരെ വരെ ഒന്ന് കയറട്ടെ എൻ്റെ മഞ്ചോ ഇതേ സ്റ്റെപ്പ് ഇച്ചിരി ഇങ്ങനെ അടിക്കുന്ന സ്റ്റെപ്പായതുകൊണ്ടോ അവിടെ പോയി വിരിക്കേണ്ട ആവശ്യമില്ല വെറുതെ ഞാൻ ആ പണിക്ക് പോകുന്നില്ല ഇവിടെ എങ്ങാനും കൊണ്ടുവന്ന് വിരിക്കാം അതെ ഇത് സ്റ്റെപ്പ് വെച്ചേക്കുന്നത് ഇങ്ങനെ കുത്തനെ വെച്ചേക്കും അത് കൊണ്ട് പാടാം ബാ എന്നെ അവിടെ വന്ന് അങ്ങോട്ട് പൊക്കോ കൊണ്ടുപോയി ശരിയത് പൊക്കോ വെയില പൊക്കോ പോലെ അങ്ങോട്ട് പൊക്കോ കേട്ടോ സ്റ്റെപ്പ് കൊണ്ടു കഴിഞ്ഞാലേ ചിലപ്പം നമുക്ക് അങ്ങോട്ട് കയറണമെന്ന് തോന്നും അതിൽ കൂടെ പോകാം ശരി കുഴപ്പമില്ല കൊള്ളാം കേട്ടോ അവിടെ മരം വെട്ടി നീ എങ്ങനെയാണ് ഇവിടെ വന്നേ നിന്നെ ഞാൻ അവിടെ നിന്ന് ഓടിച്ചു വിട്ടതല്ലേ ആ പൊക്കോ വിട്ടോ വെയില അവൻ്റെ പോന്നെ കയറി പൊക്കോ കേട്ടോ ഇന്ന് വെയിലില്ലല്ലോ കാലാവസ്ഥ മൂടിക്കെട്ടിയാണ് അതുകൊണ്ടൊരു തണുപ്പൊക്കെയാണ് ഭയങ്കര തണുപ്പാണ് മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട് വെയിലുണ്ടെങ്കിൽ മാത്രമേ ചൂടുള്ളൂ അല്ല ഇവിടെ തണുപ്പാണ്
ഇവിടെ വന്നിട്ടാ കുളിക്കുന്നുള്ളോ? അവന് ബോൾ ഐസ്ക്രീം മതി. ബോൾ ഐസ്ക്രീം മതിയോ? നയനമ്മേ ബോൾ ഐസ്ക്രീം കഴിക്കുവോ? കുഴപ്പമില്ലല്ലോ. ബാ ആണോ? ആനോടാ വീടില്ല തപ്പില്ല പേടിയോ? ഒന്ന് വീണോ? അപ്പനെന്ത് ചെയ്യും? അപ്പനെ പറയുന്നു. ഓക്കെ പോവാണോ നിങ്ങള്? അമ്മനെ കൊണ്ട് അമ്മനെ മാത്രം വന്നോ? ഹലോ ഗൈസ്, നിങ്ങളെല്ലാം കണ്ടായിരുന്നു ഇന്നലത്തെ മറ്റേ ഇത്? ഞാൻ എന്റെ വലിയ മിച്ചോട് മഴ 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 കുട്ടിക്കാനത്ത് അടിപൊളി മഴ. ഉണ്ടൊക്കെ ഉണ്ടോ ഇല്ലയോ നടക്കില്ല. ഉണ്ടെങ്കിലും ആരും ഇല്ലല്ലോ, അതെല്ലാം അങ്ങോട്ട് പോയില്ലേ. പണിയാണ്. വിളക്കത്തിക്കാറായി. കത്തിക്കാം. അടുപ്പ് വരും. കത്തിക്കാടി. അയ്യോപ്പാ, നല്ല മഴക്കാറുണ്ട്, അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. നല്ല മഴക്കാറാണ്. ഒറ്റയ്ക്കായിരുന്നല്ലോ. അത് അത്ര ദൂരെ ആയതുകൊണ്ട് അടിപൊളി. നല്ല മണം, ഈ പുതുമണ്ണിന്റെ മണം. ഓ, ഇത് അങ്ങോ അവിടെ മഴ പെയ്തുണ്ടോ? അമ്മ സോറി. മല തെന്നും എന്താ പൊന്നെ നോക്കി. അടിപൊളി, നല്ല മഴ. ഈ മഴ മുണ്ടക്കേട്ട് വീഴുമായിരുന്നെങ്കിൽ ഭഗവാനെ എത്രയോ നല്ലതായിരുന്നു. ഞാൻ ഇനി വരും വീരും. വാ ഇവിടെ വന്നിരുന്നേ. ഇവിടെ എല്ലാം വെള്ളം വീഴുന്നുണ്ടല്ലോ ഇവിടെ.
ഇരുട്ടാണ്, ഒന്നും കാണത്തില്ല. തെന്നുവേ ഇവിടെ ഇരുട്ടാണ്. കരണ്ട് പോയി. ആരാ വന്നേ? ആരാ വന്നാ? ഏടി അമ്മ എന്നാ ചെയ്യാൻ കൊണ്ടുവരണ്ടായിരുന്നല്ലോ. എടി ഇവിടെ വെള്ളം വന്നേ. എടി ഇവിടെ ഇവിടെ വെള്ളം ഒഴിച്ചോ? വെള്ളം ഒഴിച്ചേ തന്നെ വീഴത്തില്ലേ? ഇതെടി ആണോ? മാറിക്കേ അകത്തോട്ടൊന്ന് പോന്ന അലമാരുടെ ക്ലാസ് ആണോ? നമ്മൾ തന്നെ ചെയ്യുമോ? നമ്മൾ തന്നെ ഇത് ഫ്രെയിം ഊരിയിട്ട് ഇട്ടാൽ മതി. ഈ ഫ്രെയിമിന്റെ അടിയിലേക്ക് വെച്ചിട്ട് ഈ മുറി വെച്ചാൽ. ഞാൻ പൊടിമറ്റത്ത് വന്നല്ലോ, കണ്ടില്ലല്ലോ. ചേർന്നേ ഉള്ളു. എവിടെയാ? പിടിക്കോ എടുക്കോ? റെക്കോർഡിംഗ് അല്ലേ ചേച്ചി? കാണത്തില്ല ഇതിനകത്തൊന്നും. ചേച്ചി ചേച്ചി എന്തോ കേട്ടെടുക്കല്ലേ? അങ്ങോട്ടിടാവോ? കേറുവോ? കേറൂലോ. ഇങ്ങോട്ട് കേട്ടിട്ടാ മതി. ഓട്ട ഇവിടെ ഇടണം. അപ്പൊ ഓട്ട ഇവിടെ ഇടും. ആരാ? അതെ പ്രവീൺ ഞങ്ങൾ വന്നിട്ടുണ്ട്. വന്നതേ ഉള്ളൂ. രാമനൊക്കെ ഇവിടെ വന്ന് കയറുന്നേ ഉള്ളൂ. പ്രവീണൊക്കെ ഇപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട്. ചേട്ടാ അവിടെ നിൽക്കാ. പ്രവീണ നിന്നാ മതി. പ്രവീണ അങ്ങോട്ട് വരുവാ. പ്രവീണന്റെ പുതിയ വീട്ടില് പ്രവീണനൂടെ വന്നാ മതി. ആ അവരിത് ഇങ്ങോട്ട് ആദ്യം വന്നിറങ്ങിയതേ ഉള്ളൂ. അവര് പുറകെ പറഞ്ഞു കൊടുക്ക്. ആ ഓക്കെ. അല്ല അവിടെ ഇട്ടാ മതിയായിരുന്നു. അവിടെ അവിടെ ഇട്ടാ ഇവിടെ കേട്ടിട്ടാലോ. അത് ഗേറ്റ് നല്ലതായിട്ട് തുറന്നിടണം. ഗേറ്റ് നല്ലതായിട്ട് തുറന്നിടണം. അല്ല സൈഡ് പറഞ്ഞു കൊടുത്തേ. എനിക്ക് അറിയത്തില്ലാത്ത കൊണ്ടാണ്. അവിടുത്തെ വഴി പരിപാടി ഒന്നും എനിക്ക് അറിയത്തില്ല. ചേച്ചാച്ച ഒന്ന് പോയി പറഞ്ഞു കൊടുത്തേച്ചാ. ഇത് പിടിക്കും. ആരെങ്കിലും ഇറങ്ങിച്ചല്ലോ. രാത്രിയായുണ്ടല്ലേ ചേച്ചാ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല ചേച്ചാ. മാമനാണോ? ആണോ? മതി മതി മതി. നിക്ക് നീ സൈക്കിൾ എടുത്ത് മാറ്റിക്ക. അതുകൂടെ എടുത്ത് മാറ്റിയാണേ. നിക്ക് നിക്ക് നിക്കേ. ആ ഇച്ചിരൂടെ അത് ഇച്ചിരൂടെ പുറോട്ട് പോകത്തില്ലേ? കുറച്ചും പോടാ. ആ ഓക്കെ 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 ഓക്കെ. അവര് വരുമോ കൊറേ? തന്നെ തന്നെ ഇവിടെ എല്ലാം വെള്ളമാ. കയറിയോ വെള്ളം ഇവിടെ എല്ലാം. എന്റെ മോൻ നാളായി തന്നല്ലേ.
കൊച്ചച്ഛനല്ല മാമൻ. മാമി ആരാണെന്ന് എന്നല്ലടാ. ഓ അളിയന് ഭയങ്കര ഓ അളിയാണ് പിന്നെ ഭയങ്കര ആര് എവിടെ വന്നു? എന്ത് വാങ്ങാൻ? എന്നാ വാങ്ങാന്? പിന്നെ മുട്ടായി ഞങ്ങൾക്കാണോ? ഞങ്ങൾക്കാണോന്ന്? ഇങ്ങോട്ട് വെക്ക്, ഇങ്ങോട്ട് വെക്ക്. ആ കുഴപ്പമില്ല, നീ ഇങ്ങോട്ട് വെക്കോ. എങ്ങോട്ട് പോകാൻ പിന്നെ? അല്ല ഒന്നുമില്ല നമ്മുടെ എന്നല്ലേ ഫോൺ എന്ത്? ആ അവന്റെ കുഞ്ഞാടാ അവന്റെ ഫോണ്. ആര്? എനിക്കിപ്പോ കുട്ടി പോണോ? എനിക്കിപ്പോ കുട്ടി പോണോ? കറണ്ട് പിന്നെ ഇപ്പൊ കറണ്ട് വന്നതോ എനിക്കിട്ടാ വന്നേ വന്ന കയറിയതാണല്ലോ. ഇപ്പൊ വന്നല്ലോ. ഞാൻ അവിടെ നിൽക്കുമായിരുന്നു കൊടിമറ്റത്ത്. അവിടെ നിൽക്കണ്ടായിരുന്നു. ഞങ്ങൾ അതിനകത്ത് തന്നെ എനിക്ക് എടുത്തുവാ. സാധാരണ പാലായാലും വയറ് ഹായ് മോള് ഞാൻ പറയായിരുന്നു ആദ്യം വന്നവർക്ക് കാർ പോസ്റ്റ് എന്നതിനെ കിട്ടിട്ട് ഞാൻ പോസ്റ്റ് അടിച്ച് ഇവിടെ വന്നു. നിന്റെ തിരക്കി അവിടെ വന്നിട്ടുണ്ടായിരുന്നോ യുവാച്ചാ? നിന്റെ ബെഡ് കൊണ്ടുവന്നിട്ടുണ്ട് വയനാട്ടിൽ നിന്ന്.
സന്തോഷം. പിന്നെ അപ്പച്ചയ്ക്ക് വെട്ടമൊന്നും ആവശ്യമില്ല, കണ്ണ് കാണത്തില്ല. അല്ലെങ്കിലും വെട്ടം ഉണ്ടെങ്കിലും ഇല്ലല്ലോ ഒരുപോലെ. ഐശ്വര്യ കണ്ണാടി ഐശ്വര്യ കണ്ണാടി വെച്ച് വന്നു. സോമനെ കൊണ്ടുവരാഞ്ഞ പിന്നെ വരണ്ടായിരുന്നോ? കൊള്ളാം. ചേട്ടനൊക്കെ വരുമെന്ന് അറിയത്തില്ലായിരുന്നു. കല്യാണത്തിന്റെ കണ്ടു നോക്കാൻ പറയായിരുന്നു. അപ്പൊ അറിയായിരുന്നല്ലോ. കല്യാണത്തിന്റെ കണ്ടു നോക്കാൻ പറയാമല്ലായിരുന്നു. അപ്പൊ അറിയായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ. രാവിലെ വിളിച്ചപ്പോ പറയാനാ നീതി അവിടെ എവിടെയാ? ഇതൊരു കസേര എടുത്ത് കൊടുക്കാം. അമ്മായി ഇരിക്കുകയായിരുന്നു. കസേര എടുത്ത് കൊടുക്കാം. അറിയില്ലേ അവിടെ പോയിരിക്കേ. വാ മാറി ഇതോ ഒരു മില്ല് പോലും ഉണ്ടാവത്തില്ല അല്ലേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ സൂപ്പറല്ലേ? ആണോ? ഇവിടെയാ ചെറുകര വീണോ എല്ലാം കൂടെ അങ്ങോട്ട് പോകട്ടെ. അവർ ഞങ്ങൾ അങ്ങോട്ട് വരുമോ? ആ അങ്ങോട്ട് പോട്ടെ. രാവിലെ നിങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വരുമോ? ബാക്കിയുള്ളവർ ഇവിടെ കിടക്കാമല്ലോ. കുറച്ച് പേര് ഇവിടെ കിടക്കട്ടെ. വണ്ടി വിട്ടിട്ടാൽ മതി. എന്നാ വരും അവിടെ അതാണ് കിട്ടിയില്ല മോളെ ഞാൻ പറഞ്ഞ Tata.
എന്നെയും പോയി. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ പ്ലീസ്. ഇങ്ങോട്ട് നോക്കൂ, നോക്കൂ, നോക്കൂ പ്ലീസ്. താങ്ക് യു. തിരുമൊന്ന് കാണിക്കൂ. ഇങ്ങോട്ട് വരും. അവിടെ പോകണ്ടേ? അമ്മ വരുന്നുണ്ട്. അമ്മ അപ്പച്ചി അപ്പച്ചി അമ്മയുടെ രാവിലെ അവിടെ പോയിട്ട് വന്നിട്ട് എവിടെ രാവിലെ ഓക്കെ. നീ ദുബായിക്ക് രണ്ട് വീട്ടിനപ്പുറം നമ്മൾ പോയിട്ട് വാ. പോലെ 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 അല്ല പൊക്കോ. അല്ല വണ്ടി വിടല്ലോ. ഇല്ല കയറുന്ന പോലെ ഞാൻ വരണോ? വന്നിട്ടിങ്ങ് പോരാ. എങ്ങനെ വരും? അതൊക്കെ ഞാൻ വരും. പന്നിയുണ്ട്. പന്നി എനിക്ക് പോകാൻ പറയട്ടെ. ഉണ്ണിയും വിളിച്ചോണ്ടിരാ. ഉണ്ണിയും ഞാനിവിടെ കുറേ വരാം. എന്നാ പോലെ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ടിങ് ചെയ്യണം. ഞാനതൊക്കെ ഇടും. പന്നിയുണ്ടെന്ന് എന്നോട് പറയാ. ആണോ? നടന്നു വന്ന ചെരുപ്പ് കുറിച്ച നേരക്ക് എന്നാ ഒരു ഓട്ടം കിട്ടിയായിരുന്നു മധുവണ്ണന്. ഉണ്ണിച്ചേട്ടാ ചാടാനുള്ള പരിപാടിയായിരുന്നു. ഞാൻ പോകില്ല. വേറെ ഓട്ടോ വിളിച്ചു. ഓട്ടം കിട്ടിയെന്ന് പറയായിരുന്നു. ഇവിടെ രണ്ട് പിള്ളേരില്ലായിരുന്നു. അവളമാരെന്ത് ചെയ്യും? കുളിച്ചു. കുഴപ്പമുണ്ടോ? പതിവില്ലാത്ത ശീലങ്ങളൊക്കെ എന്ത് തുടങ്ങി? അവളെന്ത് ചെയ്യും? കുളിക്കുന്നു, നനയ്ക്കുന്നു. അവളെന്ത് ചെയ്യും? എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കണ്ണാടി മേടിച്ച് തന്നു, എനിക്ക് ബബിള് വാങ്ങിച്ചു തന്നു. എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോ കണ്ടിട്ട് അവനോടുണ്ടോ? അപ്പൊ അപ്പനോ? അപ്പനില്ലെങ്കിൽ അമ്മയില്ലേ ഇവിടെ? അടുത്തോ എല്ലാം കടിച്ചു അപ്പ ഷൂന്ന് വെച്ചാൽ അപ്പ ഇല്ലാതെ അപ്പുറത്തോട്ട് ഒന്നുമില്ല. ഇവിടെ എന്തൊക്കെ മുഷിയ താരോ ഈ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ആ സൗണ്ട് ഒന്ന് ശ്വാസം വിടുന്ന കേട്ടാ മതി. അപ്പം അടങ്ങും, എഴുന്നേക്കും. ഓ അങ്ങനെയാണോ?
ഇവിടെ ഇത് കണ്ടോ പകലല്ലേ വന്നോളൂ രാത്രി അല്ലെന്നേ നീ പറഞ്ഞേ നീ ഒന്ന് മിണ്ടാതിരിക്കരുത്. ആദ്യം വായ ഒന്ന് അടയ്ക്കാം. പുള്ളിക്ക് പറയട്ടെ. നിങ്ങൾ രാത്രിയല്ലേ വന്നേ ഇപ്പൊ ഓക്കേ. നീ പറഞ്ഞായിരുന്നു. ഇപ്പൊ രാത്രിയാണോ പകലാണോ എന്ന് ചോദിച്ചത്? അങ്ങനെ ഒരു മെമ്മറി കാർഡ് കൊണ്ട് എന്റെ ഞാൻ മേടിച്ചതല്ലേ. നിന്റെ ഞാൻ ഊരി തന്നായിരുന്നു ക്യാമറ വന്നപ്പോ. ഞാൻ ഇതൊക്കെ കൊണ്ടുവന്ന സ്ഥിതിക്ക് അവളൊക്കെ കിടന്ന് ഇത്ര നേരത്തെ കിടന്നുറങ്ങോ? നിന്റെ ആ പിന്നെ 9:30 ആയതുള്ളൂ നിങ്ങളുടെ ക്ലോക്ക്. ഉണ്ട് പന്നി ഇറച്ചിയല്ലായിരുന്നു എരിവുള്ള അന്ന് അത്ര എരിവ് ഞാൻ ആദ്യം ജീവിതത്തിൽ കഴിക്കാം. ഞങ്ങളുടെ വിരുന്ന് വന്ന കാര്യല്ലേ? ആ ഷെഡിനകത്ത് അല്ല അല്ല പ്രളയോ അത് ഇതുവരെ കഴിഞ്ഞില്ലേ? നീ ഉറക്കത്തിൽ എഴുതിട്ട് വന്നാണോ? കൊള്ളാലോ. നിന്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെയുണ്ട്? ഏത് റിസപ്ഷൻ? ഏത് വൈകിട്ടത്തെ? അത് ഇന്ന് രാത്രി 12 മണിക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ കിട്ടും. എന്റെ ഫോണേ ഞാൻ ആണെ കൂടുതൽ ഈ ഫോട്ടോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ ബാക്കപ്പ് എടുത്ത് വെച്ച് ചെയ്ത് കാണിക്കാവുള്ളൂ. ഡൗൺലോഡ് ചെയ്തിട്ട് അത് കാണിക്കണം. ആ വിളി കണ്ട എടുക്കുന്നവനുണ്ടല്ലോ. എന്റെ വണ്ടിയുടെ പുറകൊക്കെ ഒരേ ഉണ്ട്. ഉമ്മിച്ചന്റെ ആക്സിലേറ്റർ എന്തൊക്കെയാ പോയതാന്നേ. എന്നിട്ട് ഞാൻ പറയാം. ഏതോ അടിച്ചോണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇടിച്ചാലോ? കൊടുക്ക ഇടിക്ക് കൊടുക്ക. നിങ്ങളെ വണ്ടി കൊണ്ടുപോയിട്ട് ഉദ്ദേശിക്കുന്നേ അല്ല, അങ്ങനെ എനിക്ക് വേണ്ട. എന്റെ വണ്ടിയുടെ കംപ്ലൈന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായി മെൻഷൻ ചെയ്ത് 2018 9 വർഷമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിനൊരു കുഴപ്പമില്ല. ഇനി ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. ഞാനാ എന്റെ വണ്ടി ശരിയാക്കി ഞാൻ ഒരു മനുഷ്യന് കൊടുക്കാതെ ഉമ്മിച്ചിന് തരുന്ന. എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ 2000-3000 ചോദിക്കുന്നത്. കൊണ്ടുവരണേ വണ്ടി ഞാൻ ഇവിടെ നിർത്തുക. ഇത് പറഞ്ഞു മാസമായി. ലാസ്റ്റ് പിന്നെ വണ്ടി കൊണ്ടുപോയിട്ട് നിന്നോട് പറഞ്ഞ ഈ ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം എടുത്തോളാം. ഈ ആഴ്ച കഴിഞ്ഞു. നാളെ കൊണ്ട് തീരുക ഈ ആഴ്ച. ഈ വണ്ടിയുടെ എന്റെ സ്വന്തം വണ്ടിയുടെ കാര്യം അതെന്നറിയോ? കൊല്ലത്തെ വീട്ടിൽ കറക്കത്തി കേട്ടോ കേട്ടോ ഇതുപോലും ശരിയാക്കാൻ എന്നെ കൊണ്ട് വരുന്നില്ല. ഞാൻ 2 ദിവസത്തിന് വരാടി കേട്ടോ. പോണേ, ഞാൻ നാളെ വരാം.
വിളിക്ക്. ഞാൻ ഫോട്ടോ എടുത്ത് എല്ലാവർക്കും 3 പത്തായി കൊടുക്കും. അങ്ങനെ ദൈവമോടത് വേറെ സ്റ്റാറ്റസ് ആക്കി. ഇതൊക്കെ വരും പോന്ന് നോക്കുന്നവരാ. അവനിപ്പോഴാ അതാണ്ട് കഴിക്കാൻ തോന്നിയത്. ആ വീഡിയോക്കെ തന്നെ അമ്മ കണ്ടു. എനിക്ക് വേണ്ട. നീ വേണത്തിന് നീയല്ലേ എടുത്ത നീ കഴിക്കുക. അല്ലാതെ ഇതായിരിക്കുന്നു ഇതിനോട് പറ കഴിക്കാനായിരിക്കും. പിന്നെ എന്തിന് എന്തിന് ഇത്ര ആവി എടുക്കുന്നതിനോ? ഇവളെന്താ കരയുന്നത്? ഇതിനാണ് ഇവള് കരയുന്നത്? ഒരു കുഴപ്പമില്ല. കൊച്ചെടുത്ത് വായിലിടും. ഞങ്ങളെ ഒന്ന് പറഞ്ഞേക്കുന്നത് വായിലിട്ടു. അവനത് ആദ്യമായിരുന്നപ്പോ ഇട്ടുമായിരുന്നു. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ നാക്ക് കൂടെ കുറച്ച് പരിപാടിയെ കളിക്കുന്നല്ലോ. ഇവിടെ ഒരു പ്രശ്നമില്ല. നിങ്ങളെ ഇപ്പൊ തന്നെ